ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട കർത്തദാസൻ, എല്ലാ മാതാപിതാക്കളും, സഹോദരന്മാരും, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലേക്ക് സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ സൺഡേ സ്കൂൾ സൺഡേ ആണല്ലോ. അതിനോടനുബന്ധിച്ച് അല്പസമയം തിരുവചനം നിങ്ങളോട് പങ്കുവെക്കുവാനിടയാക്കി തന്ന കർത്താവിന്റെ വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അല്പസമയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ തിരുവചനത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യത്തെ, വേദപഠനത്തിന്റെ പ്രാധാന്യം എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. തിരുവചന പഠനം ആധുനിക കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും വളരെയേറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കാരണം മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുന്നത് ഒരേ ഒരു പുസ്തകം മാത്രമാണ്. അത് നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ വേദ പുസ്തകമാണ്. മനുഷ്യനെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നതും തിരുവചനം തന്നെയാണ്. മാത്രമല്ല, തിരുവചനം അണ്ണാക്കിന് മധുരമായിരിക്കുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കൂടി കാണാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ക്കലയുമുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ഒരേ ഒരു പുസ്തകം അത് നമ്മുടെ തിരുവചനമാണ്. നാം തിരുവചനത്തിന്റെ പഠനം ഈ കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യത മനസ്സിലാക്കുമ്പോൾ ആദ്യം തന്നെ ഈ കാലഘട്ടം എന്താണെന്നും അതിന്റെ പ്രാധാന്യത എന്താണെന്നും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് 21ാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം പിന്നിട്ട് നാം എത്തി നിൽക്കുമ്പോൾ മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളുടെ മായ ലോകത്താണ്. വികസനത്തിന്റെ പടവുകൾ താണ്ടി ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നു എന്ന് മനുഷ്യൻ അഹങ്കരിക്കുമ്പോഴും അധർമ്മവും അനീതിയും പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ടെക്നോളജികൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ടെക്നോളജി ഒരു വശത്തു കൂടി മനുഷ്യന് അനുഗ്രഹമായി മാറുമ്പോൾ മറുവശത്തു കൂടി അത് ശാപമായി മാറുകയാണ്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ് ഈ കാലഘട്ടത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമതായി, ഈ തലമുറയിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ തലമുറ അതിന് അടിമകളായി മാറിയിരിക്കുന്നു. ടെക്നോളജി വികസിച്ച ഈ കാലഘട്ടത്തിൽ സാത്താന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇത് അന്ത്യകാലമാകയാൽ ദുരുപദേശങ്ങൾ വർദ്ധിച്ച് മനുഷ്യനെ അതിന്റെ അടിമയാക്കി മാറ്റുക എന്നതാണ് സാത്താന്റെ പ്രധാന ഉത്തരവാദിത്വം. അതുതന്നെയാണ് മൂന്നാമത്തെ പ്രത്യേകത. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്, നാലാമത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, ലാസ്റ്റ് ബൈ നോട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് പോലെ, തിരുവചനത്തെ കുറിച്ച് വ്യക്തമായി ബോധ്യമില്ലാത്ത ഒരു തലമുറയുടെ കാലഘട്ടം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ 5ഉം 6ഉം തലമുറയിൽ എത്തി നിൽക്കുന്ന നമുക്ക് നമ്മുടെ പിതാക്കന്മാർ കാട്ടിത്തന്ന വിശുദ്ധിയോടുകൂടിയുള്ള വിശ്വാസ ജീവിതം അന്യമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം. കാരണം തിരുവചനത്തിന്റെ അന്തസത്തയെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, കുഞ്ഞുങ്ങളെ തിരുവചനം പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾക്ക് സമയം കണ്ടെത്തുവാനോ കഴിയാതെ എന്തിനോ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ്. അത് മറ്റൊന്നുമല്ല, ദ്രവ്യാഗ്രഹം തന്നെ മൂലകാരണം. ഈ കാലഘട്ടത്തിൽ വേദപഠനത്തിന്റെ പ്രാധാന്യം എന്തെന്ന് നാം ചിന്തിക്കുമ്പോൾ ആരൊക്കെ തിരുവചനം പഠിക്കണം, ഏത് പ്രായം മുതൽ തിരുവചനം പഠിക്കണം എന്ന് നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. സദൃശവാക്യം 22:6. ഈ വാക്യത്തിൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് വ്യക്തമായി കാണുന്നു. ഇവിടെ അവനെ അഭ്യസിപ്പിക്കുക എന്ന് നാം കാണുമ്പോൾ ബാലൻ പഠിക്കുന്നതിന് മുൻപേ മാതാപിതാക്കളും മുതിർന്നവരായ നാമും തിരുവചനത്തെ കുറിച്ച് വ്യക്തമായ ഗ്രാഹ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ തന്നെ ബാല്യപ്രായം, ഒരു മനുഷ്യന്റെ ശൈശവ പ്രായത്തിൽ അവന് ലഭിക്കുന്നത് എന്തോ അത് തന്നെയാണ് അവന്റെ ജീവിതകാലം മുഴുവനും അവന് നിദാനമായി കൂടെ ഇരിക്കുന്നത്. അവനെ നാം വേദപുസ്തക പഠനം അഭ്യസിപ്പിക്കേണ്ടത് നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെയാണ്. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വവുമാണ്. അത് തന്നെയാണ് നാം പറയുന്നത്, ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന പഴമൊഴി പോലെ നാം ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളെ എന്ത് അഭ്യസിപ്പിക്കുന്നു അത് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ സ്വഭാവ രൂപീകരണത്തിനും കാരണമായി തീരുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു സ്വഭാവം, കഴിവതും മാതാപിതാക്കൾ നടക്കുന്നത് അവരെ അഭ്യസിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കാം എന്ന പഴമൊഴി പോലെ ബാല്യപ്രായത്തിൽ തന്നെ തിരുവചനം പഠിക്കേണ്ടതിന്റെ ആവശ്യകത അവരെ മനസ്സിലാക്കാതെ അവർ പോകുന്ന വഴി അടിക്കുന്ന ഒരു പ്രവണതയാണ് നാം കാണുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ഇത് തന്നെയാണ്. ബാല്യപ്രായത്തിൽ തന്നെ തിരുവചനം പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് നാം കാണുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അതെ, വൃദ്ധനായാലും വിട്ടുമാറാതെ അവന്റെ ഉള്ളിൽ തിരുവചനം വേണമെങ്കിൽ ബാല്യപ്രായത്തിൽ തന്നെ നാം അത് അഭ്യസിപ്പിച്ചു തുടങ്ങേണ്ടതാണ്. അപ്പോൾ തന്നെ മുമ്പേ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക, മുതിർന്നവരും മാതാപിതാക്കളും നിർബന്ധമായും തിരുവചനത്തിന്റെ അന്തസത്തയെ ഉൾക്കൊള്ളേണ്ടതിന് വേണ്ടി വ്യക്തമായി തിരുവചനം
പഠിച്ചിരിക്കേണ്ടതുമാണ്. ഈ വാക്യത്തിൽ നാം കാണുന്നു അവരെ അഭ്യസിപ്പിക്കുക എന്ന്. എന്നാൽ മാതാപിതാക്കളും മുതിർന്നവരായ നാമും എന്തുകൊണ്ട് തിരുവചനം പഠിക്കണം എന്ന് ചോദിച്ചാൽ അനേക മതസംവാദങ്ങളും ദുരുപദേശങ്ങളും സംശയങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം നമ്മുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വർദ്ധിക്കുമ്പോൾ, മതസംവാദത്തിന്റെ വിത്തുകൾ അവരുടെ ഉള്ളിൽ പാകുമ്പോൾ, അവർ മയക്കുമരുന്നിനെയും മദ്യത്തിനെയും അടിമകളായും കടന്നു പോകുമ്പോൾ, ദുരുപദേശം സംശയം ഇവർക്ക് വളരെ കൃത്യമായി അവരുടെ ഉള്ളിലേക്ക് ആ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ സംശയ നിവാരണത്തിന് വേണ്ടി മാതാപിതാക്കളാകുന്ന നമ്മളോട് അവർ ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി പറയണമെങ്കിൽ തിരുവചനം വ്യക്തമായി നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകാതെ ദൈവകൃപയിൽ നിർത്തുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തിരുവചനം നാം പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മുടെ ഫെലോഷിപ്പിൽ കുഞ്ഞുങ്ങളുടെ വേദപഠനത്തിനും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമായി നമ്മുടെ പുത്രികാ സംഘടനകളായ സൺഡേ സ്കൂൾ, CM ഈ പ്രവർത്തനങ്ങൾ മാത്രമല്ല BBS ക്യാമ്പുകൾ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ്. നമ്മുടെ ക്യാമ്പുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ അവരിൽ കൗൺസിലിംഗ് കാര്യങ്ങൾ വ്യക്തമായി അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ഹോമോസെക്ഷുവാലിറ്റി, ബൈസെക്ഷുവാലിറ്റി ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാപമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ അറിയുന്നില്ല അവർക്ക് എങ്ങനെ അതിൽ അവർ ഭാഗമാകുന്നു എന്ന് പോലും അറിയാതെ അവരെ അതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഈ സാത്താന്റെ പ്രവണതയിൽ നിന്ന് അവരെ മാറ്റിയെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള CMന്റെ ക്യാമ്പുകൾ, ഇതുപോലെയുള്ള ക്യാമ്പുകൾ അവർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്. നമ്മുടെ സൺഡേ സ്കൂളിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. പാസ്റ്റർ പറഞ്ഞതുപോലെ pre-KG 1 മുതൽ 12ാം ക്ലാസ് വരെ ഉൾക്കൊള്ളുന്ന വളരെ ചിട്ടയായ പഠന രീതിയാണ് നമ്മുടെ സൺഡേ സ്കൂളിനുള്ളത്. വേദപഠനം ആരംഭിക്കുന്നത് ഭവനത്തിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഒരു കുഞ്ഞ് ജനിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ മാതാപിതാക്കൾ അവന് വാക്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ടതാണ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ കുടുംബം വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് കിട്ടുന്നതാണ് വലുതാകുമ്പോഴും അവന് അഭ്യസിക്കുന്നത്. വേദപഠനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1. കർത്താവുമായി ബന്ധപ്പെടുക. 2. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. 3. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ ക്രിസ്തുവിൽ പരിപൂർണരാകുക. 4. ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാകുക. 5. യേശുവിന്റെ സാക്ഷികളാകുവാൻ പ്രാപ്തരാകുക. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ ആധുനിക കാലഘട്ടത്തിൽ വേദപഠനത്തിന്റെ ആവശ്യകത എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതെന്താണെന്ന് ചോദിച്ചാൽ, 1. ദൈവവുമായി വ്യക്തിബന്ധം പുലർത്തുവാൻ വേദപഠനം നമ്മെ സഹായിക്കുന്നു. 2. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ തിരുവചന പഠനം നമ്മെ സഹായിക്കുന്നു. 3. ദുരുപദേശങ്ങളിൽ നിന്ന് ഒഴിവാനും സംശയമെന്നെ കർത്താവിൽ വിശ്വസിക്കുന്നതിനും കുഞ്ഞുങ്ങളെ ദുരുപദേശത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നതിനും അടിയുറച്ച തിരുവചന പഠനം നമ്മെ സഹായിക്കുന്നു. 4. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നു. 5. ക്രിസ്തുവിൽ വളരേണ്ടതിന് നമ്മെ സഹായിക്കുന്നു. 6. സഭയുടെ ഭാഗമാകുവാൻ നമ്മെ സഹായിക്കുന്നു. 7. നല്ല കുടുംബജീവിതം നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. 8. ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. 9. പാപത്തോട് എതിർത്ത് നിന്ന് പോരാടി വചനം എന്ന വാളെടുത്ത് ശത്രുവാകുന്ന സാത്താനെ ജയിക്കണമെങ്കിൽ തിരുവചന പഠനം ആവശ്യമാണ്. 10. നമ്മെ നിത്യതയിലേക്ക് ഒരുക്കുന്നു. 11. ഈ കാലഘട്ടത്തിൽ മൂല്യങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നു. എന്നാൽ തിരുവചനം നമ്മെ ശരിയും തെറ്റും തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. 12. ആധുനിക ജീവിതം മാനസിക സംഘർഷം നിറഞ്ഞതാണ്. ബൈബിൾ നമുക്ക് സമാധാനം നൽകി തരുന്നു. നാം ഇത്രയും നേരം ശ്രമിച്ചതുപോലെ തന്നെ തിരുവചന പഠനത്തിന്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും, നമ്മുടെ കുഞ്ഞുങ്ങൾ, മുതിർന്നവർ എല്ലാവരും ശ്രദ്ധിച്ചതുപോലെ കുഞ്ഞുങ്ങളുടെ കരങ്ങളിൽ അവർക്ക് വേദപുസ്തകമുണ്ട്. അവരെ വായിക്കുവാനായി നിരന്തരം നമ്മൾ അവരെ ഉത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ തിരുവചനത്തിൽ നിന്നുള്ള ഓരോ ഭാഗങ്ങൾ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും ആവശ്യമാണ്. ഇനി ആരായിരിക്കണം സൺഡേ സ്കൂൾ അധ്യാപകർ എന്നും കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ പ്രസംഗം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സൺഡേ സ്കൂൾ അധ്യാപകന്റെ പ്രധാന കടമ ഉത്സാഹമുള്ളവരായിരിക്കണം, ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം, അവർ സ്നേഹവും അനുകമ്പയും ഒക്കെ നിറഞ്ഞവരായിരിക്കണം. അതോടൊപ്പം തന്നെ തങ്ങളുടെ കരങ്ങളിൽ കിട്ടിയ കുഞ്ഞുങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ പ്രാപ്തരായിരിക്കണം. അവർക്ക് വേണ്ടി നിരന്തരം അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഒരു സൺഡേ സ്കൂൾ അധ്യാപകനും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, അവന്റെ ഭവനത്തിൽ പോലും അവന് പറയുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകരോട് മനസ്സ് തുറന്നവർ സംസാരിക്കുവാൻ അവർ പ്രാപ്തരായിരിക്കണം. അതിനുവേണ്ടി നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ അവർക്ക് മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് പറയാൻ കഴിയാത്ത എന്തെങ്കിലും വിഷയങ്ങൾ അവരുടെ ഹൃദയത്തിൽ നീറുന്നുണ്ടെങ്കിൽ അധ്യാപകരായ നാമെങ്കിലും അവർക്ക് തുണ നിൽക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ അത് ഏറെ ആവശ്യമാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ചെറിയ പ്രസംഗത്തിൽ നിന്ന് ഞാൻ